ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു നഗരസഭ അത് തിരുവനന്തപുരമാണ്. കാരണം മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കൃത്യമായി തന്നെ യഥാർത്ഥ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്, ഒരു നഗരസഭയാണ് തിരുവനന്തപുരം. ഇവിടെ 3 പാർട്ടികൾക്കും ശക്തിയുണ്ട്. അത് CPM-നും അതോടൊപ്പം തന്നെ BJP-ക്കും കോൺഗ്രസിനും ശക്തിയുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ വലിയ രീതിയിൽ തിരിച്ചടി നേരിടുന്ന ഒരു സമയം കൂടിയാണ്. നമുക്ക് പരിശോധിച്ചാൽ കൃത്യമായി തന്നെ മനസ്സിലാകും. 2015 മുതലുള്ള ആ കണക്ക് പരിശോധിച്ചാൽ ആദ്യം 15 സീറ്റിലേക്ക് എത്തി നിന്നെങ്കിൽ പിന്നീട് 2020 വരുമ്പോൾ അത് 10 സീറ്റിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുകയാണ്. നാം നോക്കണം, കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയായ മുഖ്യമന്ത്രി സ്ഥാനം പോലും ഉണ്ടായിരുന്ന, അത് ഇനിയും സ്വപ്നം കാണുന്ന പാർട്ടിക്ക് തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ ലഭിക്കുന്നത് വെറും 10 സീറ്റാണ്. മറിച്ച് BJP-ക്ക് അത് 35-ഉം CPM-ന് അത് 54-മാണ്. 54 സീറ്റോട് കൂടിയാണ് നിലവിൽ അവർ ഭരണം നടത്തുന്നത്. ആ സീറ്റുകൾ നിലനിർത്തി വീണ്ടും അധികാരത്തിൽ വരാനായി LDF-ഉം അതോടൊപ്പം തന്നെ വീണ്ടും അധികാരത്തിൽ വരാനായി വീണ്ടും ആദ്യമായി ഒരു നഗരസഭ പിടിക്കാനായി BJP-യും രംഗത്തിറങ്ങുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരുന്നത്. ശബരിനാഥ് എന്ന അരുവിക്കരയിലെ മുൻ MLA അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനും മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാനും എല്ലാം കോൺഗ്രസ് വലിയ ശ്രമം നടത്തിയിരുന്നു. പക്ഷെ നാം ഈ ശബരിനാഥുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോഴാണ് അരുവിക്കര എന്ന കോൺഗ്രസിന് വലിയ രീതിയിൽ അടിത്തറയുള്ള അദ്ദേഹത്തിന്റെ അച്ഛൻ കാർത്തികേയൻ ഉൾപ്പെടെ മത്സരിച്ച് വിജയിച്ചിരുന്ന, ഒരു കാലത്തും കോൺഗ്രസിന് നഷ്ടമാകില്ലെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലത്തെ ദയനീയമായി തന്നെ ആ നാട്ടിൽ ഇനി കോൺഗ്രസ് വിജയിക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് മാറ്റിയെടുത്ത ഒരു നേതാവിനെയാണ് ഇപ്പോൾ ബലൂണ് പോലെ ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്. എന്തോ അങ്ങ് വലിയൊരു സംഭവമായി, എന്തോ രാഹുൽ ഗാന്ധിയെ പോലെ ആ രീതി പണ്ടും നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയുമെന്നൊരു ധാരണ കോൺഗ്രസിന് പലതവണ ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാനുള്ള ശ്രമം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ വയനാട്ടിൽ കൊണ്ട് മത്സരിച്ചപ്പോൾ ലഭിച്ചത് ആകെ 44 സീറ്റും പിന്നീട് അത് 52ആയി ഉയർത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ ഉത്തരേന്ത്യയിൽ പലരും പറഞ്ഞു കോൺഗ്രസിന് ഇനി കുറച്ചു നാളത്തേക്കൊന്നും അധികാരത്തിൽ വരാൻ കഴിയില്ല, അവരുടെ സംഘടനാ സംവിധാനം പൂർണ്ണമായി തന്നെ തകർന്നു എന്ന് പറയുമ്പോൾ ഇനി കേരളത്തിലോ ചില മാധ്യമങ്ങളുമുണ്ട്. ചില മാധ്യമങ്ങൾ അതിനിടയ്ക്ക് സർവേയുമായി വരും, കോൺഗ്രസ് വിജയിക്കുന്നു, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുന്നു എന്ന രീതിയിലുള്ള ജനങ്ങളെ പറ്റിക്കുന്ന ഒരു തട്ടിപ്പ് രീതിയാണ് അന്ന് രാഹുൽ ഗാന്ധിയിൽ ഉണ്ടായെങ്കിൽ ഇപ്പോൾ അത് ശബരിനാഥുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ശബരിനാഥ് എന്തുകൊണ്ട് അരുവിക്കരയിൽ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല? ഇനി ജയിക്കില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ ജയിച്ചിരുന്ന മണ്ഡലം ഇപ്പോൾ നാം പുതുപ്പള്ളി പരിശോധിച്ചാൽ അറിയാം, ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ ചാണ്ടി ഉമ്മ മത്സരിക്കുന്നു. ചാണ്ടി ഉമ്മന്റെ കഴിവുകേട് കൊണ്ട് ആ മണ്ഡലം പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു നേതാവാണ് ഇപ്പോൾ വലിയ രീതിയിൽ കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും 10-ൽ കുറയാതെ സൂക്ഷിച്ചാൽ മതി. കാരണം വലിയ വർധനവൊന്നും ഉണ്ടാകില്ല. കാരണം ഇദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടി കവടിയാറിൽ ഇദ്ദേഹത്തിന് ചിലപ്പോൾ വിജയിക്കാൻ കഴിയും. നല്ല മത്സരം കൊടുക്കുകയാണെങ്കിൽ കവടിയാറും ഇദ്ദേഹം പരാജയപ്പെടും. അങ്ങനെ ഒരു സീറ്റ് മാത്രം വിജയിച്ചാൽ മതിയോ? മറ്റു സീറ്റുകൾ വിജയിക്കണമെങ്കിൽ അവിടെ കൃത്യമായ സംഘടനാ സംവിധാനം വേണം. ഇപ്പോൾ കൃത്യമായ സംഘടനാ സംവിധാനം ഒരു കാലത്തും ഇന്ന് കോൺഗ്രസിനില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് വിജയിക്കുന്നു? അത് തീരമേഖലയിലെ സംഘടനാ സംവിധാനം പറഞ്ഞും ചില മതങ്ങൾ ചൂണ്ടിക്കാട്ടിയുമാണ് അവർ അവിടെ വിജയിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ അവസാനം ശശി തരൂർ ജയിച്ചു. ശശി തരൂർ ഈ നഗരമണ്ഡലങ്ങളിൽ എത്രയിടങ്ങളിലാണ് ലീഡ്? ആകെ ഒരിടത്ത് മാത്രം, അത് തിരുവനന്തപുരം മണ്ഡലം. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും ഈ തീരപ്രദേശമുണ്ട്. ആ തീരപ്രദേശത്തിന്റെ സ്വാധീനത്തിലാണ് ആ തിരുവനന്തപുരം മണ്ഡലത്തിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞത്. അല്ലാത്ത നഗരപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ മുഴുവൻ BJP-യാണ് ലീഡ്. അത് നേമത്തായാലും കഴക്കൂട്ടത്തായാലും വട്ടൂർക്കാവിലായാലും ഈ മണ്ഡലങ്ങളിൽ വലിയ ലീഡാണ് BJP-ക്ക് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ BJP-ക്ക് വലിയ അടിത്തറയുള്ള മണ്ണായി മാറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുമ്പോൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ രംഗത്തിറങ്ങും, വലിയ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ അത്ഭുതം തുടങ്ങിയിട്ടുണ്ട്, തമ്മിലടി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ തമ്മിലടി കാരണം മണക്കാട് സുരേഷ് എന്ന കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി
സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ രാജിവെച്ചിട്ടുണ്ട്. നേമം വാർഡിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് അദ്ദേഹം ഈ തമ്മിലടി രൂക്ഷമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേമം നിയോജക മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം മണക്കാട് സുരേഷ് രാജിവെച്ചിരിക്കുന്നത്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനം രാജിവെച്ചതിന്റെ രാജിക്കത്ത് KPCC പ്രസിഡന്റിനും സണ്ണി ജോസഫിനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനുമാണ് കൈമാറിയിരിക്കുന്നത്. നേമത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായ നേമം ഷജീറിനെ മത്സരിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇദ്ദേഹത്തിന്റെ രാജി ഉണ്ടാകുന്നത്. ഇദ്ദേഹമല്ലേ എന്താണ് പ്രതിഷേധിക്കാൻ അവിടെ ഇരിക്കുന്നത്? ഇതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. എന്തായാലും കെട്ടിവെച്ച കാശ് കോൺഗ്രസിന് ലഭിക്കാത്തൊരു മണ്ഡലമാണ് ഈ നേമം മണ്ഡലം. അവിടെ കൃത്യമായി തന്നെ തുടർച്ചയായി BJP വിജയിച്ചു വരുന്നു. BJPക്ക് വലിയ രീതിയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം അടിത്തറ ഉള്ള ഒരു മണ്ഡലമാണ് നേമം. ആദ്യമായി BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ച മണ്ഡലമാണ്. അവിടെയാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അവർക്ക് തർക്കം. അപ്പോൾ വിജയിക്കുന്നിടത്തോ തോൽക്കുന്നിടത്ത് തർക്കം. അപ്പോൾ വിജയിക്കുന്നിടത്ത് പറയുകയും വേണ്ട. ആ രീതിയിലേക്കായിരിക്കും അവിടുത്തെ തർക്കങ്ങൾ രൂക്ഷമാകുന്നത്. നിയമമണ്ഡലം പരിശോധിച്ചാൽ നമുക്കറിയാം CPM-ഉം BJP-യും നേരിട്ട് പോരടിക്കുന്ന ഒരു മണ്ഡലമാണ്. 2016 തെരഞ്ഞെടുപ്പിൽ BJP അത് നമുക്ക് 2011 മുതൽ തുടങ്ങാം. 2011 തെരഞ്ഞെടുപ്പിൽ BJP-യും CPM-ഉം തമ്മിൽ പോരടിക്കുകയും അവിടെ CPM വിജയിക്കുകയാണ് ചെയ്തത്. 2016 വരുമ്പോൾ അവിടെ CPM-ഉം BJP-യുമായുള്ള നേരിട്ടുള്ള പോരാട്ടത്തിൽ BJP വിജയിച്ചു. പിന്നീട് അത് 2021 ആവർത്തിക്കുകയാണ്. ഇതിൽ കോൺഗ്രസ് ഈ ചിത്രത്തിലേ ഇല്ല. പിന്നീട് ഒരു എടുക്കാച്ചരക്കിനെ കേരളത്തിലേക്ക് ഇറക്കിയിരുന്നു, നേമത്തിലേക്ക് ഇറക്കി. ദാ കരുണാകരന്റെ മകൻ വരുന്നു, ഇനി നേമത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും, ദാ കോൺഗ്രസിന്റെ MLA ഉണ്ടാകുന്നുവെന്ന് ഇപ്പോൾ ശബരിനാഥിനെ കൊണ്ടുവന്നു. എന്തായി? 3-ാം സ്ഥാനത്ത് പോയി. അങ്ങനെ നിയമമണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഒരു പാർട്ടിയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ തമ്മിലടി ഉണ്ടായിരിക്കുന്നത്. ഈ തമ്മിലടി തന്നെയായിരിക്കും എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത. എന്തായാലും മുൻകാലങ്ങളെ പോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ CPM അതോടൊപ്പം തന്നെ BJP-യും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരിക്കും. ഇതിൽ ആര് വിജയിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഈ വിഭജനവുമായി ബന്ധപ്പെട്ട്, വാർഡുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആരോപണമുണ്ട്. അത് കൃത്യമായി തന്നെ LDF-ന് ഗുണമാവുമെന്ന് LDF വിശ്വസിക്കുന്നു. എതിരാളികളും അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. BJP രാജീവ് ചന്ദ്രശേഖർ നേരിട്ടാണ് ഈ മണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്നത്. നഗരസഭ, കോർപ്പറേഷൻ, അതിന്റെ സ്ഥാനാർത്ഥി നിർണയവും മറ്റു പ്രവർത്തനങ്ങളെല്ലാം രാജീവ് ചന്ദ്രശേഖർ നേരിട്ടാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ്. അവരുടെ പ്രതീക്ഷയെ നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. ഞാൻ കേരളത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, 2015 അവർക്ക് 35 സീറ്റ്, 2020 35 സീറ്റ്. അങ്ങനെയുള്ള മറ്റ് ഒരു ജില്ലകളിലും ഇത്രയും വലിയൊരു സ്വാധീനം BJPക്ക് ഇല്ല. ഇപ്പോൾ BJP വിജയിക്കുമെന്ന് പറയുന്ന അവർ അവകാശപ്പെടുന്ന തൃശ്ശൂർ കോർപ്പറേഷനിൽ പോലും അവർക്ക് 6 സീറ്റേ ഉള്ളൂ. 6-ൽ നിന്നും വലിയ രീതിയിൽ മാറ്റമുണ്ടായാൽ മാത്രമേ അവർക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ കിട്ടുകയുള്ളൂ. മറിച്ച് ഈ നിലവിലെ സാഹചര്യത്തിൽ നിന്നും CPM-ൽ നിന്നും ഒരു 10-12 സീറ്റുകൾ BJP-യിലേക്ക് അവർ പിടിച്ചെടുക്കുകയാണെങ്കിൽ, കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കുകയാണെങ്കിൽ BJPക്ക് സ്വാഭാവികമായി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 72 സീറ്റിലധികം സീറ്റുകളിലാണ് BJP ലീഡ് ചെയ്യുന്നത്, രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്തത്. അപ്പോൾ ആ 72 സീറ്റ് ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നത്. അപ്പോൾ അവർക്കൊരു 50 സീറ്റിനടുത്ത് ലഭിച്ചാൽ മതി. 72 വേണ്ട, 50 സീറ്റിനടുത്ത് ലഭിച്ചാൽ തന്നെ അവർക്ക് കൃത്യമായി ഇവിടെ ഭരണം നടത്താനുള്ള സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, കോൺഗ്രസ് ദേശീയതലത്തിൽ പപ്പു നയിക്കുന്ന കോൺഗ്രസ്, ആ പപ്പു ഇവിടെ ശപ്പുവാണ്, അല്ലെങ്കിൽ ഒരു ശംഭുവായാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. ശബരിനാഥ് അദ്ദേഹവും ഒരു ആ രീതിയാണ്. രാഹുൽ ഗാന്ധി എന്താണ്, ദേശീയ തലത്തിൽ കോൺഗ്രസിന് വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റിൽ പോയി പരാജയപ്പെടുത്തി ആ പാർട്ടി ഇല്ലാതാക്കും. അത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ ശംഭു ചെയ്തിരിക്കുന്നത്. ശംഭു കോൺഗ്രസിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള അരുവിക്കര മണ്ഡലത്തിൽ അവിടെ പരാജയപ്പെടുത്തി. ഇനി ശംഭുവിനെ കവടിയാറിൽ ഇറക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞ മണ്ഡലത്തിൽ. അപ്പോൾ ശംഭു സ്വാഭാവികമായി തന്നെ ഈ മണ്ഡലത്തിൽ നമ്മുടെ നഗരസഭയിൽ കോൺഗ്രസിന്റെ പൂർണ്ണമായ അടിത്തറ ഇല്ലാതാക്കി അദ്ദേഹം തന്റെ കഴിവ് തെളിയിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.